നമസ്കാരം. ഗ്രേപ്സ് ഐഡിയമാൻ്റെ BSA ബെഡ് സൈഡ് അസിസ്റ്റൻറ്റ് മൊബൈൽ ആപ്പിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ BSA ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ക്രെഡൻഷ്യൽ കൊടുത്ത് ലോഗിൻ ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ലോഗിൻ ചെയ്ത് നമ്മൾ അകത്ത് കയറിയതിന് ശേഷം നേഴ്സസ് ആണ് കയറുന്നതെങ്കിൽ നേഴ്സിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്കാണ് വന്ന് നിൽക്കുക. നിങ്ങളുടെ നേഴ്സിംഗ് സ്റ്റേഷൻ വൺ ടൈം സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നേഴ്സിംഗ് സ്റ്റേഷനിലെ കംപ്ലീറ്റ് പേഷ്യൻസിനെ അവിടെ കാണാൻ പറ്റും. ഡോക്ടറാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് പേഷ്യൻസിൻ്റെയും ലിസ്റ്റ് ലോഗിൻ ചെയ്തകത്ത് കയറുമ്പോൾ തന്നെ അവിടെ കാണാൻ പറ്റും. ഇനി ഈ നേഴ്സ് സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരിക്കൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഉള്ള ബർഗർ മെനുവിൽ പ്രസ് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ചില ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വാർഡ് ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ നേഴ്സസിന് കിട്ടുന്നത് പോലെ അവരുടെ വാർഡ് പേഷ്യൻസിനെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മുടെ മണാലിയിലുള്ള ഹോസ്പിറ്റൽ, അങ്ങനെ ചില മിഷൻ ഹോസ്പിറ്റലൊക്കെ എല്ലാ ഡോക്ടർമാരും റൗണ്ട്സിന് എല്ലാ പേഷ്യൻസിനെയും കാണും. ആ സമയത്ത് നമുക്ക് ഗ്രൂപ്പ് കൺസൾട്ടേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിൻ്റെയും ലിസ്റ്റാണ് ഡോക്ടേഴ്സിന് അവിടെ കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സാധാരണ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പേഷ്യൻ്റെയും കാണാം, ഒരു നേഴ്സിന് അവരുടെ വാർഡിലുള്ള എല്ലാ പേഷ്യൻ്റെയും കാണാം. അത്തരത്തിലുള്ള ലിസ്റ്റ് വരും. അത് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ടഡ് ആയിരിക്കും. ഇനി നമുക്ക് അഡ്മിഷൻ ഡേറ്റ് വൈസ് സോർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള ബാറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോർട്ടിങ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വാർഡിലൊരു 40-30 പേഷ്യൻ്റ് ഉണ്ട്, അതിൽ നിന്ന് റോസാമ്മയെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെർച്ച് ബട്ടണിൽ പേര് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ പേഷ്യൻ്റ് മാത്രമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് വരും. ഇനി ഇതൊന്നും വേണ്ട, ആ പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ നിന്ന് നിൽക്കുകയാണ്. ആ പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ നമ്മളൊരു QR കോഡ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ആ BSAയുടെ റൈറ്റ് ടോപ്പിലുള്ള QR കോഡ് റീഡർ ഓപ്പൺ ചെയ്തിട്ട് ബെഡ് സൈഡിലുള്ള QR കോഡ് റീഡ് ചെയ്താൽ ആ പേഷ്യൻ്റെ ഫയൽ കറക്റ്റായിട്ട് തുറന്നു വരും. ഇതൊക്കെ ആ പേഷ്യൻറ്റിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് കൃത്യമായിട്ട് ആ പേഷ്യൻറ്റിനെ കാണുന്നതിന് മുമ്പ് തന്നെ ആ ലിസ്റ്റ് കാണുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സമയത്തുള്ള ഇൽനെസ് കണ്ടീഷൻസ് കംപ്ലീറ്റ് അവിടെ ഐക്കണിക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. വളരെ അധികം ഐക്കൺസ് വേണം ടു മച്ച് സിക്കായ പേഷ്യൻ്റ് ആണെങ്കിൽ. ഇനി അദ്ദേഹം റിക്കവറിയോട് അടുത്ത് വരുംതോറും ഈ ഐക്കൺസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടിരിക്കും. ഡിസ്ചാർജ് ഡേ ആകുമ്പോഴത്തേക്ക് ഐക്കൺസ് എല്ലാം ഡിസപ്പിയർ ആയിപ്പോയിട്ടുണ്ടാവും. നമുക്ക് ഒരു 10-12 പേഷ്യൻ്റ് ആണ് അവിടെ കാണുന്നതെങ്കിൽ തന്നെ അതിൽ ടു മച്ച് സിക്ക് പേഷ്യൻസിനെയും റിക്കവേർഡ് പേഷ്യൻസിനെയൊക്കെ ജസ്റ്റ് അവരുടെ ആ ലിസ്റ്റ് വ്യൂവിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ലിസ്റ്റ് വ്യൂ വളരെ മനോഹരമായിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ലിസ്റ്റിൽ പേഷ്യൻറ്റിനെ ടാപ്പ് ചെയ്താൽ ആ പേഷ്യൻറ്റ് ഓപ്പണായി വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഓപ്പൺ ആയിരുന്ന പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിൽ ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ട്. നമുക്ക് പലരും അതിനകത്ത് ഇനിഷ്യൽ അസസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ വൈറ്റൽസ് കാര്യങ്ങളൊക്കെ ഇത്ര വണ്ടർഫുള്ളായിട്ടുള്ള ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും നേരിട്ട് ആ ട്രെയിനിങ് സെഷനൊക്കെ കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.